ട്രംപിൻ്റെ മന്ത്രിസഭാ രൂപീകരണം തകൃതമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പല സുപ്രധാന പേരുകളും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മോഹികൾ പലരും ട്രംപിൻ്റെ മാറാലോകയിലുള്ള വീടിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു പേരാണ് മാർക്കോ റൂബിയോ. ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പദവി ലഭിച്ചേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ സൂസി വൈൽസ് ചീഫ് ഓഫ് സ്റ്റാഫ്, പിന്നെ മൈക്ക് വാൾസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അതിനുശേഷം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന പേരാണ് മൈക്ക് ഹക്കബി. മൈക്ക് ഹക്കബിയെ ഇസ്രായേലിൻ്റെ അംബാസഡറായിട്ട് പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. ഇസ്രായേൽ അംബാസഡർ സ്ഥാനം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മൈക്ക് ഹക്കബി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വളരെയധികം സ്വാധീനമുള്ളൊരു നേതാവാണ്. അദ്ദേഹം ഒരു റിപ്പബ്ലിക്കൻ നേതാവാണ്. അർക്കൻസാസ് എന്ന സംസ്ഥാനത്തെ ഗവർണറായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ 2 പ്രാവശ്യം പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ മോഹിച്ചിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേരുകൾ പൊന്തി വന്നിരുന്ന വ്യക്തി കൂടിയാണ് മൈക്ക് ഹക്കബി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്നുള്ളത് വളരെയധികം വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഇസ്രായേലിനെ പരിഗണിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് പല സാഹചര്യങ്ങളിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഫോക്സ് ന്യൂസ് കോൺട്രിബ്യൂട്ടറാണ്. ഫോക്സ് ന്യൂസിലെ ഒരു ആങ്കർ ആയിരുന്നു. പലപ്പോഴും ഫോക്സ് ന്യൂസിൽ വന്ന് ഇതിനെക്കുറിച്ചുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ഘോരം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു സ്ഥാനം വരുന്നത് വഴി എന്താണ് ട്രംപ് ഇസ്രായേൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്നെയുമല്ല, മൈക്ക് ഹക്കബി ഇസ്രായേലിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ നോക്കുമ്പോൾ അദ്ദേഹം വെസ്റ്റ് ബാങ്കിനെ ഒന്നും ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് പരിഗണിക്കുന്നില്ല. നമുക്ക് പല വാർത്താമാധ്യമങ്ങളും അതല്ലെങ്കിൽ നമ്മൾ കേട്ടു താഴ്പ്പെട്ടിരുന്നതാണ് അവിടെ ഇസ്രായേലി സെറ്റിൽമെൻറ്റുകളുണ്ട്, അത് അനധികൃതമാണെന്നൊക്കെ. ഇതിനൊന്നും അംഗീകരിക്കാനായിട്ട് ഒരു തയ്യാറുള്ള വ്യക്തിയല്ല മൈക്ക് ഹക്കബി. അദ്ദേഹം പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് അവിടെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനായിട്ടും അദ്ദേഹം തയ്യാറാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ളൊരു വശം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ പാസ്റ്ററാണ് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈകാരികമായിട്ട് ജൂദയ, സമേരിയ എന്നൊക്കെയാണ് പഴയകാല പേരുകൾ തൊട്ടാണ് അദ്ദേഹം വാഗ്ദത്ത ഭൂമി എന്നൊക്കെയാണ് ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു അംബാസഡറായിട്ട് വരുമ്പോൾ, ഇസ്രായേലിൻ്റെ അമേരിക്കനെ പ്രതിനിധീകരിച്ചുള്ള അംബാസഡറായിട്ട് വരുമ്പോൾ അവിടെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ട്രംപ് മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ട്രംപ് കഴിഞ്ഞ കാലഘട്ടത്തിൽ 2016 മുതൽ 2020 വരെ അധികാരത്തിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ടെല്ലവീവിലുണ്ടായിരുന്ന അമേരിക്കൻ എംബസി ജെറുസലത്തിലേക്ക് മാറ്റുകയും അത് വളരെ അധികം വിമർശനങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ജെറുസലത്തിനെ ഈസ്റ്റ് ജെറുസലം എന്നും വെസ്റ്റ് ജെറുസലം എന്നും 2000 പിളർത്തി അങ്ങനെ ഒരു ധാരണകളൊക്കെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ ഒരു സമാധാനം അവിടെ, അതിനൊന്നും ഒട്ടും തന്നെ തയ്യാറില്ലാത്ത ഒരു തീരുമാനങ്ങളാണ് ഇപ്പോൾ വാഷിങ്ടൺ DC നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മൈക്ക് ഹക്കബിയെ അവിടെ അംബാസഡറായി അവരോധിക്കുന്നത് മൂലം ഇസ്രായേലിനുള്ള ട്രംപിൻ്റെ പിന്തുണ വളരെ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ യുദ്ധങ്ങൾ ഹെസ്ബുള്ളയായിട്ടും ഹമാസായിട്ടും ഹൂത്തിയായിട്ടും ഇനി വരാനിരിക്കുന്ന ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അബ്രാഹിമിക് അക്കോർഡ്, അതിൽ ബഹ്റിൻ, UAE പോലെയുള്ള രാജ്യങ്ങൾ പങ്കെടുത്തു. അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവന്ന് ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ എത്തിക്കുക എന്നതാണ് ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ അടുത്ത ലക്ഷ്യങ്ങളിൽ വളരെ സുപ്രധാനമായ ലക്ഷ്യമെന്ന് നമുക്ക് കണക്കാക്കേണ്ടത്. അവിടെ ഇസ്രായേലിന് വ്യക്തമായ ഒരു സുരക്ഷിതമായി നിലനിൽക്കുന്നതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ
ഇന്ന് നിലനിൽക്കുന്ന സംഘർഷങ്ങൾ, അതുമല്ലെങ്കിൽ ഇറാൻ ഒരു ഇനിയും ഒരു ത്രെറ്റായിട്ട് ഇസ്രായേലിൻ്റെ മേലെ വന്നാൽ എന്തും ചെയ്യുമെന്നുള്ള താക്കീത് കൂടിയാണ് മൈക്ക് ഹക്കബിയെ ഇസ്രായേലിൻ്റെ അംബാസഡറായി അവരോധിക്കുന്നത് മൂലം ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്രയും മാത്രം സുപ്രധാനമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്ന് ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് പോലും അമേരിക്കയുടെ ഒരു ദാനമായിട്ടാണ് കണക്കാക്കേണ്ടത്. തന്നെയുമല്ല, ജൂതന്മാർക്ക് അമേരിക്കയിലുള്ള സ്വാധീനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ആത്മീയമായിട്ടുള്ളൊരു ഭാഗമുണ്ട്. പഴയ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ, ബൈബിളിലെല്ലാം വിശേഷിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നാണ് ബൈബിളിൽ ഇസ്രായേലികളെയും ജൂതന്മാരെയും വിശേഷിപ്പിക്കുന്നത്. അവരുടെ സംരക്ഷണം എന്നുള്ളത് അമേരിക്കക്കാരെക്കാളും കൂടുതലായിട്ട് വൈകാരികമായിട്ടുള്ള ഒരു മാറ്ററാണ്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണെങ്കിലും ഡെമോക്രാറ്റിക്കിലാണെങ്കിലും അതേ ഒരു ചിന്താഗതി തന്നെയാണ് രണ്ട് പാർട്ടികളും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ബൈ പാർട്ടീഷൻ സപ്പോർട്ട് US കോൺഗ്രസിലും സെനറ്റിലും ഈ ഒരു വിഷയം വരുമ്പോൾ രണ്ട് പാർട്ടിക്കാരും വാദിച്ചാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനെ പറ്റി ഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മൈക്ക് ഹക്കബി ഇസ്രായേൽ വരുന്നതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. തന്നെയുമല്ല, ജെറുസലത്തിൽ മറ്റു രാജ്യങ്ങളും കൂടി അവരുടെ എംബസികളും കോൺസുലേറ്റുകളും അങ്ങോട്ട് മാറ്റുമോ എന്നുള്ളതാണ് ലോകം നോക്കി കാണുന്നത്. തന്നെയുമല്ല, മധ്യപൂർവേഷ്യയിലെ മറ്റു രാജ്യങ്ങളും ഇനി ഇസ്രായേലുമായിട്ട് ഒരു ട്രേഡിങ്ങിനും മറ്റും വരുമെന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മധ്യപൂർവേഷ്യയിൽ ഒരു സമാധാനപരമായ സിറ്റുവേഷനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് വേണം കണക്കാക്കാനായിട്ട്.